ഒരിക്കലും മറക്കാൻ പറ്റാത്ത നമ്മുടെ മലയാള സിനിമയുടെ, അത് ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ എടുത്തു പറയേണ്ട ഒരു നായികയാണ് അത് സംസാരിക്കുന്നത്. അത്രയും വാല്യുബിൾ ആയിട്ടുള്ള ഒരാളായിരിക്കണം ആ വേഷം ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് അത് വന്നു നിന്നത്. ഉർവശിച്ചിലാണ്. ഞങ്ങൾക്ക് വേറൊരു മുഖം ഞങ്ങളുടെ മുമ്പിൽ വന്നില്ല. ഞങ്ങൾ ഉർവശിച്ചിയുടെ അടുത്താണ് പോയിട്ട് ചേച്ചി വേഷമൊന്നും ചെയ്യണം, കാരണം ഈ സിനിമയ്ക്ക് ചേച്ചിന് ആവശ്യമാണ്. ചേച്ചിക്ക് ചിലപ്പോൾ ഈ സിനിമ ആവശ്യമില്ലായിരിക്കും, പക്ഷെ ഈ സിനിമയിൽ ഈ കാര്യം പറയേണ്ടത് ചേച്ചിയായിരിക്കും. കാരണം ഇപ്പൊ നമ്മൾ സംസാരിക്കുന്ന മീഡിയ സുഹൃത്തുക്കളോടാണ്. നിങ്ങൾക്ക് പോലും അതിനോട് ദേഷ്യം തോന്നിയില്ല. അപ്പൊ നിങ്ങളെല്ലാവരും ഓരോ ദിവസവും ക്യാമറയും മൈക്കുമായിട്ട് ഇറങ്ങുമ്പോൾ നിങ്ങൾ എത്ര പ്രഷറിലാണെന്ന് നമുക്കറിയാം. നിങ്ങളുടെ ടോപ്പ് ബോഡീസിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന പ്രഷർ. അതുകൊണ്ടാണ് നമ്മൾക്ക് നിങ്ങളോട് ശത്രുതയോ അല്ലെങ്കിൽ നിങ്ങളോട് പരിഭവമൊന്നുമില്ല. സങ്കടമാണ്, അത് വേറെ വിഷയം. പക്ഷെ നിങ്ങളുടെ വിഷയങ്ങൾ, ഞാൻ നിങ്ങളുടെ ഒരാളെ പോലെ അഭിനയിച്ചൊരു സിനിമയാണ് സ്വന്തം ലേഖകൻ എന്ന് പറഞ്ഞ സൊലെ എന്ന് പറഞ്ഞ ചിത്രം. ആ സിനിമ ചെയ്യുമ്പോൾ ഒരു പത്രപ്രവർത്തകനോ ഒരു മാധ്യമ സുഹൃത്തോ എത്രത്തോളം അവനവന്റെ ലൈഫിൽ എടുക്കുന്ന സ്ട്രെസ്സും സ്ട്രെയിനും, നിങ്ങളെല്ലാവരും ഡിപ്രഷനിലാണെന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം നിങ്ങൾക്ക് സത്യസന്ധമായി പറഞ്ഞാൽ രാവിലെ നിങ്ങൾ ജോലിക്ക് ഇറങ്ങുമ്പോൾ മുതൽ വൈകുന്നേരം വരെ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിലെ കാര്യം പോലും മര്യാദയ്ക്ക് നോക്കാൻ പറ്റുന്നില്ല. ശരിയല്ലേ? അങ്ങനെ ഒരുപാട് പ്രഷറിലൂടെയാണ് എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ പറയുമ്പോൾ നമ്മൾ എന്തിലേക്ക് പോകുമ്പോഴും അതിന്റെ സത്യം എന്താണ് എന്നൊന്ന് അറിയണേ എന്നുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ അറ്റത്തും വേറൊരാളുടെ ജീവിതമുണ്ട്, വേറൊരാളുടെ കുടുംബമുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ അടിസ്ഥാനമാക്കിയ പറയണത് അഭിപ്രായങ്ങൾ പറയാം. അതും നമ്മളുടേത് മാത്രമായിരുന്നു പറഞ്ഞത്. അതുകൊണ്ടാണ് അത് ഈ സിനിമയിലൂടെ നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഇത് അല്ലാത്ത രീതിയിൽ സംസാരിക്കുമ്പോൾ ഇത് വ്യക്തിപരമായിട്ടുള്ള ഒരു, പിന്നെ അതിന്റെ ടാർഗറ്റ് അവന്റെ പ്രശ്നമുള്ള, ഇത് സംസാരിച്ചിരിക്കുന്നത് ഈ സിനിമയിലെ ഈ കഥയിലെ കഥാപാത്രമാണ്. ഇപ്പൊ അതുപോലെ തന്നെ വന്ന റിവ്യൂസിനെ കുറച്ചും പറയായിരുന്നു അശ്വന്ത് ഗോക്കിന്റെ. അദ്ദേഹം പറഞ്ഞിട്ടുള്ള റിവ്യൂസ് വെച്ചിട്ട് ദിലീപേട്ടന്റെ എല്ലാ പടങ്ങളിലും ഭയങ്കര നെഗറ്റീവ് ആയിട്ടാണ് പറയുന്നത്. അത് ദിലീപേട്ടനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ടോ, സിനിമയുടെ ഇതാണ് ഇപ്പോഴും തോന്നിയിട്ടുള്ളത്? അല്ല, പറഞ്ഞല്ലോ നേരത്തെ, അഭിപ്രായങ്ങൾ പറയാം, അത് വ്യക്തിപരമായിരിക്കും. അല്ലാതെ അത് ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാവരോടും പറയുന്നത്, നമ്മള് ഒരു കാര്യം നമ്മൾക്ക് വേണം തോന്നുക, അല്ലെങ്കിൽ കാണണം തോന്നുക, കഴിക്കണം തോന്നുക, അത് ഫീൽ ചെയ്യണം തോന്നുക എന്നുള്ളത് നമ്മളുടെ സെൻസ് കളയരുത്. നമ്മൾ ഇത്രയും കാലം സിനിമകൾ കണ്ടും നമ്മൾ ഒരുപാട് ഹിറ്റുകൾ, പല നമ്മളുടെ സീനിയർ ആക്ടേഴ്സിന്റെ ആണെങ്കിലും നമ്മുടെയൊക്കെ ആണെങ്കിലും ഹിറ്റുകൾ ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയ സജീവമാവുന്നതിന് മുമ്പേ നമ്മളെല്ലാവരും ഈ സിനിമകൾ കാണുന്നത്, നമ്മൾ ആ സിനിമ കാണണമെന്ന് ആഗ്രഹിക്കുന്നത് എല്ലാം ഈ റേറ്റിംഗ് നോക്കിയിട്ടോ റിവ്യൂസ് നോക്കിയിട്ടോ ആയിരുന്നില്ല. അന്ന് നമ്മൾക്ക് എന്ത് സെലക്ട് ചെയ്യണം എന്നുള്ള കപ്പാസിറ്റി നമുക്കുണ്ട്. ഇപ്പോൾ ആ കപ്പാസിറ്റി നമ്മൾ മനഃപൂർവ്വം ഭയങ്കര ഫാസ്റ്റ് ആയിട്ടുള്ള ലൈഫിൽ നമ്മളത് കട്ട് ഓഫ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. പക്ഷെ അത് നമുക്ക് വളരെ കേടാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾക്ക് നമ്മുടെ ഒരു വ്യക്തിത്വം, നമ്മൾക്ക് ഒരു കാര്യത്തെക്കുറിച്ച് പറയാനുള്ള, അറിയാനുള്ള ആ അവസ്ഥകൾ അല്ലെങ്കിൽ ആ അവസരം നമ്മൾ തന്നെ നമ്മൾക്ക് ഇല്ലാണ്ടാക്കുകയാണ്. അതുകൊണ്ട് എല്ലാം കേൾക്കാം, എല്ലാം കാണാം, പക്ഷെ എടുക്കുന്ന തീരുമാനം അത് നമ്മളുടേത് മാത്രമായിരിക്കണം. അതിൻ്റെ മാസ്റ്റർ നമ്മളായിരിക്കണം, നമ്മളുടെ ബോസ് നമ്മളായിരിക്കണം. അത് വേറെ ആളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ, നമുക്ക് പലപ്പോഴും പല സിനിമകൾ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ റിവ്യൂ കണ്ടിരുന്നു, അതിലന്ന് മോശമായിട്ട് കണ്ടു, അതുകൊണ്ട് ഞങ്ങളെ സിനിമ കണ്ടില്ല, TV-യിലും വന്ന് കണ്ടപ്പോൾ ഒയ്യോ ഈ സിനിമയാണല്ലോ നമുക്ക് നഷ്ടമായത് തിയേറ്ററിൽ. എന്തിനാ അങ്ങനെ പറയുന്നത്? നമ്മൾക്ക് സമയമുള്ളപ്പോൾ, ഇന്ന് നമുക്ക് ഉള്ള ഏറ്റവും എന്റർടൈൻമെന്റ് നമ്മുടെ കയ്യിലുള്ളത് സിനിമയാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫാസ്റ്റ് ലൈഫിൽ എല്ലാവർക്കും 2.5 മണിക്കൂർ എന്ന് പറഞ്ഞാൽ അത്രയും വിലയുള്ളതാണ്. ആ വിലയുള്ള സമയം നമ്മൾ കൊണ്ടുപോയി നമ്മളവിടെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ തിയേറ്ററിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മൾക്ക് ആ സെൻസ് ഉണ്ടാവണം, ഇത് നമുക്ക് കാണണം. അതാണ് അത്. വേറെ ആളെ ഞാൻ ആരെ മോശമാവുന്നില്ല, കാരണം ഇന്ന് ഇത് ജോലിയുടെ ഭാഗമാണ്, അത് അവരുടെ ജോലിയാണ്. കാരണം അവർക്ക് അതിൽ നിന്ന് വരുമാനമുണ്ട്. അത് ചിലപ്പോൾ ഈ ഏറ്റവും കൂടുതൽ ഇന്നത്തെ ഒരു അവസ്ഥയിൽ ലോകത്തിൽ തന്നെ ഏറ്റവും നെഗറ്റീവ് പബ്ലിസിറ്റിയാണ് ടക്ക് എന്ന് പറഞ്ഞ് ക്യാച്ച് ചെയ്യാവുന്നത്. അപ്പൊ അതുകൊണ്ട് ആ രീതിക്ക് പോകും. പക്ഷെ നമ്മൾ ആസ്വാദകര്, നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ ആ സെൻസ് നമ്മൾ കളയരുത്. റിവ്യൂസ് കാണാം, റിവ്യൂസ് കേൾക്കാം, റേറ്റിംഗ് കാണാം, എല്ലാം. പക്ഷെ ഏതൊരാളുടെ സിനിമ കാണുമ്പോൾ അതിന്റെ പിന്നിൽ, ആ സിനിമ ഉണ്ടാക്കുന്നതിന്റെ പിന്നിൽ 12,000 കുടുംബങ്ങളാണ്. അതിൽ നിന്ന് നിങ്ങൾ കൊടുക്കുന്ന 100 രൂപ, നിങ്ങൾ എത്ര രൂപ വെറുതെ കളയുന്നുണ്ട്?
അതിൽ നിന്നൊരു 100 രൂപ 150 രൂപ നിങ്ങൾ കൊടുക്കുമ്പോൾ അതിന്റെ പിന്നിൽ ഒരുപാട് കുടുംബങ്ങൾ ജീവിക്കുന്നുണ്ട്. അത് വലിയൊരു കാര്യമാണ്. നിങ്ങൾ അറിയാതെ നിങ്ങൾ ചെയ്യുന്ന ചാരിറ്റിയാണ് സത്യം പറഞ്ഞത്. അങ്ങനെ നിങ്ങൾക്ക് എടുക്കാം, അങ്ങനെയായിട്ട് കണ്ടുകൂടി, അങ്ങനെ കാണും. നമ്മൾ എങ്ങനെ ഒരു വിഷയത്തെ എങ്ങനെ കാണുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. എല്ലാവരും പോസിറ്റീവായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് എന്താ പറയാ, അതിന്റെ നന്മ എല്ലാവരിലും ഉണ്ടാവും. നമ്മൾ എന്തിനാ നെഗറ്റിവിറ്റി കയറിക്കൊണ്ടിറങ്ങും? അല്ല, ഒരാളെ മോശമായിട്ട് ഞാൻ എൻ്റെ ലൈഫിൽ ഇന്നേ വരെ ഒരു പ്രോഡക്റ്റ് കണ്ടിട്ട് ഡിസ്ലൈക്ക് ആയിരിക്കുമോ, ഞാൻ ഒരാളെ കുറിച്ച് മോശമായിട്ട് ഒരു വേർഡ് എഴുതി കുറിച്ചിട്ടിട്ടോ ഇല്ല. എനിക്ക് എന്നിട്ടോ എനിക്കൊരാളുടെ കാര്യങ്ങൾ ഇഷ്ടമല്ലെങ്കിൽ ഞാൻ അയാളോട് വ്യക്തിപരമായി പറയും, ഇതെന്താ ഇങ്ങനെ, അങ്ങനെ ചെയ്യല്ലേ കേട്ടോ, അല്ല അത് മോശമാട്ടോ, എനിക്കൊന്നൊരു കറക്റ്റ് ചെയ്തൂടെ. അത് ഞാൻ ഉടനെ പോയി അതിനോട് പറയേണ്ട കാര്യമില്ല. എനിക്ക് അറിയാവുന്ന വ്യക്തി തന്നെ പറയും, അതേ ഉണ്ടായിരിക്കും. ഇത് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. ദിലീപേട്ടാ